ഹായ്. കേരളത്തിൽ പുതുതായിട്ട് മന്ത്രിസഭ വന്നു അല്ലേ? അപ്പൊ നമുക്ക് മിനിസ്റ്റേഴ്സിനെ ഒരു കോഡിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ ഒന്ന് പഠിച്ചാലോ? ആദ്യത്തെ ആളെ പിടിച്ചോളൂ, പി.സി. വിഷ്ണുനാഥ്. പി.സി. വിഷ്ണുനാഥ് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ആ പദത്തിന്റെ അവസാനം നോക്കിക്കേ, നാഥ്, വിഷ്ണുനാഥ്. അപ്പൊ നമ്മൾ ഈ അമർനാഥ്, കേദാർനാഥ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ അല്ലു അർജുന്റെ സിനിമകളാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ? അല്ലു അർജുന്റെ സിനിമകൾ. പിന്നെ ഈ സ്ഥലത്തിന് ഈ അമർനാഥ്, കേദാർനാഥ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ടൂറ് പോകുന്ന സ്ഥലങ്ങളാണ്, സാംസ്കാരിക സ്ഥലങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വന്നോ? അങ്ങനെയാണെങ്കിൽ മിനിസ്റ്ററുടെ വകുപ്പുകൾ പഠിച്ചോളൂ. ഏത് മിനിസ്റ്ററുടെ? പി.സി. വിഷ്ണുനാഥിന്റെ വകുപ്പുകളാണ് ടൂറിസം, സാംസ്കാരികം, സിനിമ തുടങ്ങിയ വകുപ്പുകൾ. അടുത്തത് കെ. മുരളീധരൻ. കെ. മുരളീധരനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അച്ഛനെയും. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരെന്താണ്? നമ്മുടെ കരുണാകരൻ അല്ലേ? അപ്പം മിനിസ്റ്ററുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എപ്പോഴും പറയുന്ന ഒരു വേർഡ് എന്താണ്? അദ്ദേഹം പറയുന്നത് ഗുരുവായൂരപ്പ എന്നുള്ളൊരു പദമാണ് പറയുന്നത്. അപ്പൊ എന്താ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കെ. മുരളീധരൻ, അദ്ദേഹത്തിന് ഒരു 60+ ആയി ഏജ്. പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ പറയോ ചർമ്മമൊക്കെ എന്ത് ഗ്ലോയിലായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ അദ്ദേഹത്തിന് നല്ല ശ്രദ്ധയുണ്ടെന്ന് അർത്ഥം. രണ്ട് കാര്യങ്ങളാണ് കെ. മുരളീധരന്റെ കയ്യിൽ പ്രധാനമായിട്ടുമുള്ളത്. ഏതൊക്കെയാണ്? ദേവസ്വവും ആരോഗ്യവും. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കേട്ടോ. ഇനി അടുത്തത് അനിൽകുമാർ. എന്താണ്? അനിൽകുമാർ. ആ ആറ് കണ്ടോ? അവസാനമുള്ള ആറിന് എന്താ പ്രത്യേകത? ലാൻഡ് ആൻഡ് റവന്യൂ മിനിസ്റ്റർ ആരാണ്? നമ്മുടെ അനിൽകുമാറാണ്. അടുത്തത് ജനീഷ് കുമാർ. ജനീഷ് ഏറ്റവും ചെറിയ മിനിസ്റ്ററാണ്. ഇപ്പം ജനിച്ചതേ ഉള്ളൂ അല്ലേ? ജനിച്ചതേ ഉള്ളൂ. അപ്പൊ ആ വേർഡിൽ തന്നെയുണ്ട്, യുവാവാണ്. യുവജനക്ഷേമം ആരുടെ വകുപ്പാണ്? ജനീഷ് കുമാറിന്റെ കയ്യിലാണ്. പിള്ളേരെന്ത് ചെയ്യും? കളിക്കും, ടൂർ പോകും. ഇതാണ് ആ പിള്ളേരുടെ പരിപാടി. അപ്പൊ കായികവും പോകുന്നത് എവിടോട്ടാണ്? സൂവും മ്യൂസിയവും കാണാൻ പോയി അല്ലേ? അല്ലാതെ ടൂറിസം അല്ല പിള്ളേർ പോയത് സൂവും മ്യൂസിയവും കാണാനാ. കായികവും യുവജനക്ഷേമവും സൂവും മ്യൂസിയവും ആരുടെ വകുപ്പാണ്? ജനീഷ് കുമാറിന്റെയാണ്. അടുത്ത മിനിസ്റ്ററെ പിടിച്ചോളൂ, CP ജോൺ. CP എന്ന് പറയുന്ന പദം കേൾക്കുമ്പം നമ്മുടെ മനസ്സിലേക്കൊക്കെ സർ CP ആണ് ഓർമ്മ വരുന്നത് അല്ലേ? സർ CPയുടെ കാലത്ത് എന്താ വന്നത്? തിരുവിതാംകൂറിൽ KSRTC, അതായത് SRTC എന്ന് പറയുന്ന നേരത്തെ KSRTCയുടെ മുൻഗാമി വന്നത് ഏതിലാണ്? സർ CPയുടെ കാലത്താണ്. അപ്പൊ പിടിച്ചോളൂ അടുത്ത കോഡ്. ഗതാഗതം വന്നത് ആരുടെ മിനിസ്റ്ററാണ്? ഗതാഗതത്തിന്റെ മിനിസ്റ്റർ ആരാണ്? CP ജോൺ ആണ് അല്ലെ? കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ഉണ്ടാകും. പാർട്ട് 1 നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് പോരട്ടെ. വേറെ എന്തെങ്കിലുമൊക്കെ കോഡ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്